Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ പുഡിംഗ് ആണ്. ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പപ്പായ പുഡിംഗ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തുമ്പോഴത്തേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഇത് ജെലാറ്റിൻ ആണിത്. ഇത് 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് ആദ്യമേ നമ്മളിതൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അലിയിച്ചെടുക്കുവാണ്. വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കി വെക്കുക. ഇപ്പം ഞാൻ ഒഴിച്ചേക്കണ തണുത്ത വെള്ളമാണിത്. ഇതിവിടെ മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് 1 കപ്പ് പാല്. ഇത് ഫുൾ ഫാറ്റിൻ്റെ പാലാണിത്. 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഇപ്പോൾ പാൽപ്പൊടി ഒന്ന് കലക്കിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. അപ്പം നല്ല തിക്കായിട്ടുള്ളൊരു പാലായിട്ടുണ്ടത്. ഇനി ഈ ജെലാറ്റിൻ ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ അത് ഞാനൊരു ഡബിൾ ബോയിൽ ചെയ്യുന്നതാണ്. ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഇത് ഇറക്കി വെച്ചേക്കുന്നത്. ഈ ജെലാറ്റിൻ നല്ലതായിട്ട് അരിഞ്ഞു വരണം. ജെലാറ്റിൻ അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ജെലാറ്റിൻ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ആദ്യമേ ഫ്രഷ് മിൽക്ക് ഒഴിക്കാം. പിന്നെ പാൽപ്പൊടി കലക്കി വയ്ക്കുന്ന ആ തിക്കായിട്ടുള്ള പാലും കൂടി ഒഴിക്കാം. ഈ പാല് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ പാലിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര. അപ്പോൾ ആ പഞ്ചസാര ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഈ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. പാലിങ്ങനെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ തിളപ്പിക്കണം നന്നായിട്ട്. ഇതിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോഴത്തേക്കൊരു മീഡിയം മധുരമായിരിക്കും. അത് നല്ല കട്ട മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ചേർക്കാം. പിന്നെ പപ്പായയ്ക്ക് മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് ചേർത്തേക്കുന്നത്. അപ്പോൾ മധുരം കുറഞ്ഞ പപ്പായയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അധികം പഞ്ചസാര ചേർക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണതാണ്. ഇനി ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അത് ഒന്ന് ആറി വരണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പാട കിട്ടും. ഇത് 2 കപ്പ് പപ്പായ മിക്സിയിലിട്ട് അടിച്ചെടുത്താണ്. മിക്സിയിലിട്ട് അടിച്ചപ്പോഴത്തേക്ക് ആണ് 2 കപ്പ് പപ്പായ പ്യൂരി ഉള്ളത്. ഈ പ്യൂരിയിലേക്ക് നമ്മൾ കാച്ചി വെച്ചേക്കണ പാല് ഒഴിക്കാം. പാലിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അലിയിച്ച് വെച്ചേക്കുന്ന ജെലാറ്റിൻ ചേർക്കാം. ഞാനിതെല്ലാം മിക്സിയുടെ ബൗളിലേക്കാണ് ഇട്ടേക്കുന്നത്. ഇത് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് നേരം അടിക്കേണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് കിട്ടിയ എല്ലാം കൂടെ ഒന്ന് മിക്സ് അയച്ചാൽ മാത്രം മതി. ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഏത് പാത്രത്തിലേക്കാണോ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഒഴിക്കാം. നമുക്ക് ചെറിയ 2 ബൗളിലും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പപ്പായ പീസുകൾ ഇട്ട് കൊടുക്കാം. പപ്പായ പീസോ ചെറീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ടതൊന്ന് ഗാർണിഷ് ചെയ്യത്. ഇതിങ്ങനെ തിന്നുമ്പോൾ ഒരു പപ്പായയുടെ പീസും കൂടെ കിട്ടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. ഇതിപ്പോൾ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാൻ നേരത്ത് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് 2 തൊട്ട് 3 മണിക്കൂർ നേരത്തെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചേക്കണം. അതിന് ശേഷം മാത്രമേ ഇത് സെർവ് ചെയ്യാൻ പാടുള്ളൂ. ഇത് തണുപ്പോട് കൂടി കഴിക്കേണ്ടതാണത്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഞാനിത് നല്ല ആറിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുക. ഇതൊന്ന് സീൽ ചെയ്യാതെ.
ഇപ്പോൾ നന്നായിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റണേണ്. പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 മണിക്കൂറായിട്ടുണ്ട് ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു. ഇത് തുറന്നു നോക്കാം. നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. ഇപ്പോൾ പപ്പായൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ, എപ്പോഴും കിട്ടുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.